ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് സ്റ്റേജ് ഷോസിലൊക്കെ പങ്കെടുത്ത ഒരു നടൻ നമുക്കുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഒരു നർത്തകനായിരിക്കുമെന്ന്. അതെ, ശ്രീ വിനീത്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ സ്റ്റേജ് ഡാൻസിങ് ഓർ ഹീസ് സിംഗിങ് എന്നുള്ളത് ഏതൊരു ആരാധകൻ്റെയും ഒരു ദാറ്റ് വിൽ ആഡ് ടു ദി എക്സൈറ്റ്മെൻറ്റ്. ആൻഡ് ലാലേട്ടൻ എസ്പെഷ്യലി ഇത്തരം പെർഫോമൻസസ് അദ്ദേഹം ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, അതിൻ്റെ ഓർഗനൈസിങ് ആയാലും അതിൽ ആർട്ടിസ്റ്റായി ഞങ്ങളൊക്കെ എത്ര ആർട്ടിസ്റ്റ് ഉണ്ടായാലും അവരുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടി സമയം കണ്ടെത്തണം. ഇത്തരം ഗൈഡൻസ് മുഴുവൻ അദ്ദേഹം എല്ലാ ആർട്ടിസ്റ്റിനും കൊടുക്കും. ആൻഡ് ഹി മേക്സ് ഷുവർ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ പോകുന്ന ആ ഗ്രൂപ്പ് എവറിത്തിങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് റിഹേഴ്സ് ചെയ്ത് പക്കായിട്ടാണ്. ഇപ്പോൾ നമ്മൾ അബ്രോഡ് പോകും, ബിക്കോസ് യു കാൻ വേസ്റ്റ് ടൈം ദെയർ. അവിടെ പോയിട്ട് റിഹേഴ്സ് ചെയ്യാനും അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിലില്ല. സോ ഹീസ് സോ പെർഫെക്റ്റ് ആൻഡ് എ പെർഫെക്ഷനിസ്റ്റ് ഇൻ ദാറ്റ് വേ. ആൻഡ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇൻ എ ഷോ, സോ ഇപ്പോൾ ലാലേട്ടനെ പോലത്തെ ഒരു ലെജൻഡ് വന്ന് ജസ്റ്റ് വേവ് ആൻഡ് ഗോ, ദാറ്റ്സ് ഇനഫ്. ആൾക്കാർക്ക് അദ്ദേഹം കണ്ടാൽ മതി. മോനെ, ആ കത്തി താഴെടാ, എൻ്റെ അച്ഛനാടാ പറയുന്നത് എന്ന ആ ഡയലോഗ് പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കിരീടം എന്ന ചിത്രം. ആ ചിത്രത്തിൽ ലാലേട്ടൻ്റെ അച്ഛനായ അച്യുതൻ നായർ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ നടൻ ശ്രീ തിലകൻ. ലാലിന് അറിഞ്ഞുകൂടാ ലാലിൻ്റെ പവർ എന്താണെന്ന്. ഞാൻ പറയുന്ന പവർ അഭിനയത്തിൻ്റെയാണ് കേട്ടോ. അഭിനയിക്കാനുള്ള പവർ ലാല് തിരിച്ചറിഞ്ഞിട്ടില്ല. അത് ലാലിൻ്റെ കുഴപ്പമാണ്. ഞാൻ അച്ഛനായിട്ട് അഭിനയിക്കുമ്പോൾ എൻ്റെ മകനാണെന്ന് പൂർണ്ണമായിട്ടും തോന്നിയിട്ടുള്ളത് ലാലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴാണ്. അതാണ് ഞാൻ നേരത്തെ മറ്റൊരു രീതി പറഞ്ഞത്. ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നതിനകത്തൊരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഭാഷയാണല്ലോ കെമിസ്ട്രി, അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ലാലിന് പറയാനുണ്ടെങ്കിൽ പറയട്ടെ. സംവിധായകനും തിരക്കഥാകൃത്തും ലാലേട്ടൻ്റെ ഒരു സഹോദര തുല്യനുമായ ശ്രീ വേണുനാഗവള്ളി, അദ്ദേഹത്തിന് ലാലേട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത് നോക്കാം. വാളി മോഹൻലാലിൽ നിന്ന് ഇന്ന് മോഹൻലാൽ എവിടെ എത്തി നിൽക്കുന്നു? ഇന്നും വാളിയാകാൻ റെഡിയാണ്. വാളിയായ വാളി, അതാണ് സവാരി ഗിരി 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 ഉത്തരമുള്ള പിള്ളേർ പറഞ്ഞു കിടക്കുന്നത്. ഈ റേഞ്ച് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു. എന്തൊരു ബോഡി ലാംഗ്വേജ് ആണ്, എന്തൊരു ഫ്ലെക്സിബിലിറ്റിയാണ്, എന്തൊരു ഒബ്സർവേഷനാണ്. അച്ഛനായും അമ്മാവനായും സുഹൃത്തായും സഹോദരനായും ഒക്കെ ലാലേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ആളാണ് ശ്രീ നെടുമുടി വേണു. ശരിക്കും പറഞ്ഞാൽ ലാലുവത്തുള്ള സിനിമകൾ എല്ലാം ഓരോ നിമിഷവും നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അഭിനയം മാത്രമല്ല, അഭിനയിക്കുന്ന മോമെൻറ്റ് മാത്രമല്ല, അഭിനയം കഴിഞ്ഞുള്ള ഇടവേളകളായാലും അതിൻ്റെ വൈകുന്നേരങ്ങളായാലും സായാഹ്നമായാലും ഒക്കെ തന്നെയും നല്ല രസകരമായിട്ട്, ഒരിക്കലും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഗ്ലൂമി ആയിട്ടിരിക്കാൻ അയാൾ സമ്മതിക്കില്ല. എപ്പോഴും പോസിറ്റീവ് വൈബ്രേഷൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും നമുക്കെന്നാൽ എനിക്ക് മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സിനിമകളും താളവട്ടമായാലും ഹിസൈൻ സദ്ദുള്ളയായാലും ഭരതമായാലും വന്ദനമായാലും, വന്ദനത്തിലിപ്പോൾ എന്നെ പിടിക്കാൻ നടക്കുന്ന പോലീസ് ഓഫീസർ അയാൾ, പക്ഷേ ഷോട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചല്ലേ ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ് സ്വപ്നസദൃശമായ ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചിരിക്കും. ഞങ്ങൾ തമാശകൾ പറയും, തിക്കുശേഷനുണ്ട്, ഞങ്ങളെല്ലാവരും അങ്ങനെ. അപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കിയ നടന്മാരെ മാത്രമല്ല, ഈ ചായ കൊടുക്കുന്ന കുട്ടികളായാലും ക്യാമറാമാനായാലും പ്രൊഡ്യൂസറായാലും ആരായാലും എല്ലാവരെയും ഒന്നിച്ച് ഒരു കൊടക്കീഴിലേക്ക്, ഒരു സൗഹൃദത്തിൻ്റെ കൊടക്കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അസാമാന്യ മിടുക്കുണ്ട് ഇയാൾക്ക്. അതുകൊണ്ട് തന്നെ അയാൾ ആ സിനിമകൾക്കൊക്കെ ഒരു വളരെ പ്ലസൻ്റായിട്ടുള്ള ഒരു പ്ലസൻറ്റ് നോട്ട്സ് കാണുന്നവനും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്വർണത്തിന് സുഗന്ധം എന്താണല്ലേ നളയത്തിലല്ലേ ഹേമാമോദ സമ്മ എന്ന് പറയുന്ന പോലെ
സ്വർണ്ണത്തിന് സുഗന്ധം കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായി എന്ന് പറയുന്ന പോലെ ലൊക്കേഷനിൽ ലാലും കൂടെ ഉണ്ടെങ്കിൽ വളരെ സമ്പന്നമായി ആ ലൊക്കേഷൻ എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാവുന്ന ചില രസകരമായ സംഭവങ്ങൾ നമ്മുടെ എപ്പിസോഡിലൂടെ പരാമർശിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ രാജീവ് നാഥ്. ഈ അകത്ത് മറ്റേ ഒരു ചെറിയ കഥ പറയാനുണ്ട്. ഈ അതിനെ നീലകുപ്ത അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ എല്ലാവരും പറഞ്ഞു കുറച്ച് വയർനെസ് ഇല്ലാത്തത് പുള്ളി കഞ്ഞിയും കുറച്ച് പയറും ചമ്മന്തി വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നീലകുപ്തയാണ് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ആൾക്കാർ എന്ത് വെച്ചാൽ ഒരു ദിവസം ആ ദിവസം മോഹൻലാലിനുള്ള കാരിയർ നീലകുപ്തയ്ക്കും നീലകുത്തയുടെ കാര്യം മോഹൻലാലിന് കൊടുക്കുന്നു. ആരും അറിയുന്നില്ല ഇത്. അപ്പോൾ രാത്രി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ലാലിൻ്റെ കോട്ടയിൽ അവിടെ ഒത്തുകൂടും. അപ്പോൾ ലാലിൻ്റെ കോട്ടയിൽ ഞാൻ പറഞ്ഞു ഒന്നും കഴിച്ചില്ല. ഒന്നും വേണ്ട, 2 ദിവസം വയർനെസ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ ചേട്ടൻ കഴിക്കുന്നു. ഞാൻ അവിടെ കഴിക്കുന്നു, ഇയാളൊന്നും കഴിക്കുന്നില്ല, വെള്ളം കുടിച്ച് കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ ലാലൊന്നും കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വയറ് ശരിയല്ലേ? ഞാൻ പറഞ്ഞു നമ്മൾ ഡോക്ടർ ഉണ്ടോ? ഇല്ല കുഴപ്പമില്ല, എനിക്കൊന്നും വേണ്ട കേട്ടെന്ന് പറഞ്ഞു. ഉച്ചയ്ക്കും കഴിക്കുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ബദറുദ്ദീൻ പറഞ്ഞ സംഭവം അത് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് വെറും എന്തോ പ്രശ്നമുണ്ട്. അന്ന് രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ സത്യമായിട്ട് കാര്യം പറയാൻ പറഞ്ഞു കഴിക്കാത്ത. ഇല്ല ഒന്നുമില്ല, ഒരു കാര്യമില്ല. ഞാൻ പറയും പള്ളി ഞാൻ പറയാൻ പറഞ്ഞു മര്യാദയ്ക്ക്. അല്ല നമ്മൾ ഇച്ചിരി കഞ്ഞി വെച്ചിട്ട് കിട്ടിയില്ലല്ലോ, എന്നാൽ പിന്നെ കഴിക്കണ്ടെന്ന് വിചാരിച്ചെന്ന്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് തലേദിവസം പുള്ളിക്കുള്ള കഞ്ഞി നീനാവത്തേക്കും നീനാവത്തയുടെ ഇത് കൊടുത്തും ഇയാൾ പെട്ടെന്ന് അപ്സെറ്റ് ആവും. പക്ഷെ ആരത്തൊന്നും അങ്ങനെ ആരോടും ഇല്ല. പുള്ളി സ്വയം പീഡനം. അന്ന് രാത്രി ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ മേലെ പട്ടിയാന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വേണ്ട, ഞാൻ കഴിക്കാറ്. ഞാൻ പറഞ്ഞ കാര്യമില്ല. ഞാൻ പോയി കിടന്ന് ഉറങ്ങി. കുറച്ച് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ആളുടെ പിണങ്ങാതെ ഞാൻ പറഞ്ഞു കഴിക്കാമോ? കഴിക്കാം. അങ്ങനെ രാത്രി ലാലേട്ടനോടൊപ്പം അധികം ചിത്രങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ഈ ഒരൊറ്റ രംഗം മതി നമുക്ക് അവരെ ഓർമ്മ വരാൻ. താത കണ്വൻ തപോവനത്തിൽ നിന്ന് മടങ്ങി വന്നില്ലേ ശകുന്തളെ, മടങ്ങി വന്നില്ലേ ശകുന്തളെ, പറ കൊച്ചേ. ആ രംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതെ, നമ്മുടെ പ്രിയങ്കരിയായ നടി കൽപ്പന അനിൽ. ബേസിക് ലാലേട്ടന് കിട്ടിയൊരു പ്ലസ് എന്ന് വെച്ചാൽ ഓമനത്തോളൊരു എക്സ്പ്രഷനും കുസൃതിത്തരവും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിലെല്ലാം ഉണ്ട്. എനിക്ക് മമ്മൂക്കയും ലാലേട്ടന് തോന്നിയത് നല്ലൊരു ആഠ്യത്വമുള്ളൊരു കാരണവരായിട്ടാണ് മമ്മൂക്ക എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കുടുംബനാഥൻ. ലാലേട്ടനെ അന്നും ഇന്നും ഒരു കുട്ടിയായിട്ടാണ് തോന്നുന്നത് സിനിമയിൽ, അല്ലേ? ഒരു കുട്ടിത്വം ഇല്ലേ ലാലേട്ടന്? ലാലേട്ടൻ്റെ പാതിപ്രായമുള്ള ചെറുപ്പക്കാർ നിന്നാലും ലാലേട്ടൻ നിന്ന് കഴിയുമ്പോൾ ഒരു ഓമനത്വമാണ്. ആണോ? ചില ആക്കിയുള്ള നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഒരു ആക്കലില്ലേ, ഊന്നലെന്നൊക്കെ പറയും നമ്മൾ, അങ്ങനെയൊക്കെ ചില നമ്പേഴ്സും ആണോ. ഇതിന് നീ പോയി വൃത്തിയാവാത്തത്? ലാലേട്ടനെ കുറിച്ച് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എപ്പിസോഡിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീമതി മേനക ചേച്ചി. നമുക്ക് അതൊന്ന് കാണാം. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയ ഡാൻസർ ഒന്നും പറയാനും പറ്റൂല. പിന്നെ എന്തോ വലിയ മസിലൊക്കെ പിടിച്ച് ചെറിയ 6 പാക്കിൻ്റെ അങ്ങനത്തെ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല. പക്ഷേ ആ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞത് വേറെ ആർക്കും കിട്ടത്തില്ല. അത് അപ്പം ഞാൻ പറഞ്ഞില്ല, ഒരേ വാക്കിൽ പറഞ്ഞില്ല, അത് എവിടെ വേണമെങ്കിലും വലിഞ്ഞാലും എങ്ങനെ പോയാലും അതിന് എക്സ്പ്രഷൻ തരുന്ന ഒരു മുഖം, അത് അങ്ങനെ കിട്ടുന്നത് 1000-ൽ ഒരാൾക്കും കണ്ട കിട്ടുള്ളൂ. അതിൽ ലാലേട്ടൻ വീണിട്ടുണ്ട്. 1000, 10,000-ൽ ഒരാൾക്ക് കിട്ടും, അതിൽ ലാലേട്ടനുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആളെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ലാലേട്ടൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് തിരിയുന്നു നോക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു എക്സ്പ്രഷൻ മനസ്സിലാക്കാം, എനിക്ക് വേറെ എക്സ്പ്രഷൻ മനസ്സിലാക്കാം, വേറൊരാൾക്ക് വേറൊരു എക്സ്പ്രഷൻ മനസ്സിലാക്കാം. അത്രയും എക്സ്പ്രഷൻസ് തരുന്ന ഒരു കണ്ണ്. അത് കണ്ണാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ എന്താ പറയുക ഒരു ജീവൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമുക്കൊന്നും പറയാനില്ല. കഴിഞ്ഞ 50 എപ്പിസോഡുകളിൽ തിരുനോട്ടത്തിൽ പങ്കെടുത്ത എല്ലാ അതിഥികളെയും ഞങ്ങൾക്ക് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല സമയപരിധി മൂലം.
അതുകൊണ്ട് തന്നെ അവരോടുള്ള ക്ഷമ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ACBയുടെയും തിരനോട്ടത്തിൻ്റെയും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. തിരുനോട്ടത്തിൻ്റെ 50ാമത് എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, തിരുനോട്ടം, ACB സ്റ്റുഡിയോ കോംപ്ലക്സ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം 1. അവർ ഇമെയിൽ ID tirinotam@asianetindia.com. ലാലേട്ടനുമായി ബന്ധമുള്ള മലയാള സിനിമയിലെ പ്രമുഖരുമായി വീണ്ടും തിരുനോട്ടത്തിലൂടെ കാണാം. നമസ്കാരം.